ഹലോ, കുക്ക്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ചെയ്യാൻ പോകുന്നത് കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് കേട്ടോ. കോട്ടയം സ്റ്റൈൽ മീൻ കറി എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള കറിയായിരിക്കും. അതുപോലെ തന്നെ ഉലുവയൊക്കെ പൊട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൊച്ചിൻ സ്റ്റൈലിൽ മീൻ കറിയിൽ ഉലുവയൊന്നും പൊട്ടിക്കാറില്ല. അതുപോലെ കടുക് ചില ആൾക്കാർ പൊട്ടിക്കാറുണ്ട്. എന്നാലും നമുക്ക് ടേസ്റ്റ് കുറച്ചും കൂടി എനിക്ക് തോന്നിയിരിക്കുന്നത് കോട്ടയം സ്റ്റൈൽ മീൻ കറിക്കാണ്. അതിലേക്ക് ഞാനൊരു 1/2 കിലോ അയില മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും അയിലയാണല്ലോ എല്ലായിടത്തും കിട്ടണത്. ചാള ഇപ്പോൾ കിട്ടാനില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അയിലയാണ് കിട്ടുന്നത്. അപ്പോൾ അയില ഞാൻ 2 കഷ്ണമായിട്ടാണ്, അതായത് ഒരു അയില 2ആയിട്ടാണ് മുറിച്ചേക്കുന്നത്. ചിലർ മുറിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഈ മറ്റേ എന്തെന്നാ പഴയ ജുറാസിക് വേൾഡിലെ അസ്ഥി കൂടോ കിടക്കില്ല, അതുപോലെ മുറിച്ചെടുക്കണതാണ്. അങ്ങനെ ഒന്നും ചെയ്യരുത്. സാധാരണ പോലെ നല്ല ഭംഗിയായിട്ട് മുറിക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 10-25 ഉലുവ മതിയാവും. തൊട്ട് പൊട്ടിക്കണം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 15 ഉള്ളി ഉണ്ടത്, ചെറിയ ഉള്ളിയാണ്. അതുപോലെ തന്നെ ഒരു 8-9 ചെറിയ വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, ഇത്രയും സംഭവങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ പറയും ഒരുപാട് ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മധുരിപ്പ് ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ടേസ്റ്റ് കൂടുതലുണ്ടാവുന്നേ ഉള്ളൂ. ഉള്ളി നന്നായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ മധുരിപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ എരിവാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 കഷ്ണം കൊടംപുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെരുമ്പളത്ത് കൊടംപുളിയാണ് കേട്ടോ. നല്ല പുളിയായിരിക്കും ഇതിന്. അതുകൊണ്ട് ഈ 3 കഷ്ണം ഇടണുള്ളൂ. അപ്പോൾ നിങ്ങൾ സാധാരണ കൊടംപുളിയാണെങ്കിൽ ഒരു 4 കഷ്ണം ഇട്ടേക്കുക. ഈ കൊടംപുളിയും ഈ ചാറും കൂടി നന്നായിട്ട് ലയിക്കണം. അതായത് പുളി ഇറങ്ങി വന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പുളി ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റോളം തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്കും പുളി ഒരുവിധം ഇറങ്ങി വരും. പിന്നെയും തിളപ്പിച്ചുകൊണ്ടിരിക്കണേയുള്ളൂ. അപ്പോൾ സാവധാനം ബാക്കിയുള്ള പുളിയും കൂടി ഇറങ്ങിക്കോളും. നമുക്ക് നല്ല ഗ്രേവി ആയിട്ടുള്ള ചാറ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ജ്യൂസിൻ്റെ അരിപ്പയിൽ തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ ഉണ്ടല്ലോ, പണ്ട് കല്ലേല വെച്ചാൽ ഒരു രീതിയിൽ കിട്ടും. നല്ല കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടും. പിന്നെ ഒരു അരമുറി തേങ്ങയുടെ ഒരു 3/4 ഭാഗമൊക്കെ മതി. ഫുള്ളായിട്ട് വേണ്ട. അപ്പോൾ നമുക്ക് എന്തോരം ചാറ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് തേങ്ങാപ്പാലിൽ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കുക.
അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങി കണ്ടോ, ആ കുടംപുളിയുടെ മണമൊക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ടാവും. നമുക്ക് മീനിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ മീനെല്ലാം ഇതിലേക്ക് ഇട്ടു. ഇത് കണ്ടോ, ചാറും മീനും കൂടി കറക്റ്റായിട്ട് കിടക്കുന്ന വിധത്തിൽ വേണം നമ്മളെപ്പോഴും മീനിടാനായിട്ട്. അപ്പോൾ മീനെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലൊരു പാത്രം വെച്ചിട്ട് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി മാറ്റി വെക്കാം. അപ്പോൾ കറി ഇനി ഇളക്കാൻ പാടില്ല. നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും തിള വരാനും അതുപോലെ മീനൊക്കെ നിന്നിടത്തുനിന്ന് നീങ്ങാനൊക്കെ സഹായിക്കും. ചെറുതായിട്ട് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മീൻകറിക്ക് കുരുമുളക് പൊടി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. മിക്ക അമ്മമാരും ധൃതിക്ക് വെക്കുമ്പോൾ മറന്നു പോകുന്നൊരു കാര്യമാണ് കേട്ടോ കുരുമുളക് പൊടി ഇടാനായിട്ട്. ഇനി മറക്കാണ്ട് ഒന്ന് ഇട്ട് നോക്കുക, നല്ല ടേസ്റ്റാണ്. അതുപോലെ വേപ്പില ഇട്ട് കൊടുക്കാം. മീൻ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി മാറ്റൂലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂടി വെക്കാൻ പോകരുത്. ഇനി അഥവാ മൂടി വെക്കണമെന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് മാത്രമേ ഇങ്ങനെ മൂടാൻ പാടുള്ളൂ. ഫസ്റ്റ് തിളച്ചപ്പോൾ നമ്മൾ മൂടി വെച്ചില്ലേ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ മൂടാൻ പാടില്ല. അപ്പോൾ ഇത് എന്തോരം നമുക്ക് വേവ് വേണോ അത്രയും അനുസരിച്ച് വേവിച്ചെടുക്കുക. ഇനി നമ്മൾ മൂടുന്നില്ല, മൂടി വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കാനില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മീൻ വെന്താന്ന് എങ്ങനെ നോക്കും, മീൻ വെന്താന്ന് ഇങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ട് സ്പൂൺ ഇങ്ങനെ പതുക്കെ ഒന്ന് ഇറക്കി നോക്കുക. അപ്പോൾ സ്പൂൺ പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ മീൻ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. കണ്ടോ 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 മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ നിർത്തി കൊടുക്കാം. ഈ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുളി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടല്ലേ മീൻ ഇട്ടേക്കണത്. അതുകൊണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ പറ്റും. നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇടാത്തത് കൊണ്ട് ഇത് 2 ദിവസമെങ്കിലും കേടാവാതെ ഇരുന്നോളും. ഒന്ന് പറ്റിച്ച് കൊടുത്തേച്ചാൽ മതി വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ പിന്നെ എന്താ പറയുക, നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ്. കുറച്ച് എരിവും പുളിയും മുമ്പിൽ നിൽക്കുമെന്നേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻകറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം. ടാറ്റാ. യെസ്.